ഹായ്, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ചില്ലി ഫ്ലേക്സിൽ ഞാനിപ്പം 23 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തത്. ഇതിപ്പോൾ 24ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത്ര വീഡിയോസിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറയില്ല, നമ്മൾ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മളെ ലൈഫിനെ ഒരു മീനിങ് ഫുൾ ആക്കുന്നത്, നമ്മളെ ലൈഫിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മളെ ലൈഫിലുണ്ടാവുന്ന ആളുകളും നമ്മളെ ജീവിതത്തിൽ നമ്മളെ ചുറ്റും ഉണ്ടാവുന്ന ആളുകളും ലൈഫിലെ കുറച്ച് മൊമെൻറ്റ്സും ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിന് ഒരു മീനിങ് കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ 2 ദിവസം മുമ്പ് എനിക്ക് ചെറുതായിട്ട് സുഖമില്ലായിരുന്നു, കോൾഡൊക്കെ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം അതാദ്യം പറയാം. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനും ഹസ്ബൻഡും കൂടിയാണ്. അധിക ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കൽ. രാവിലെയും ഉച്ചയ്ക്കൊന്നും പിന്നെ നടക്കില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വന്നാൽ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അധിക ദിവസം ഭക്ഷണം ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം 2 ദിവസം മുമ്പ് എനിക്ക് സുഖമില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പം എന്താ ഉണ്ടാക്കാമെന്ന്, എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാനൊരു വീഡിയോ വേണം. അപ്പം ആ ഒരു വീഡിയോ എടുക്കണം. അന്ന് സുഖമില്ല, എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, കോൾഡൊക്കെ പിടിച്ചിട്ട് എടുത്താൽ വീഡിയോ ശരിയാവില്ല, ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നിപ്പം നീ എടുക്കണ്ട, നാളെ എടുക്കാം, നമുക്ക് നീ പോയി കിടന്നു റെസ്റ്റ് ചെയ്തോ, ഞാൻ ഫുഡ് ഉണ്ടാക്കാം, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ ശരി, ഇന്നിപ്പം നീ വേണ്ടൊക്കെ കഴിഞ്ഞില്ലേ, റെസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം നമ്മൾ സാധാരണ നല്ല ഭക്ഷണങ്ങളൊക്കെ നല്ല ലുക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കും. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കും. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു സാധനം കാണിച്ചു തരാം, നിനക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, നീ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താന്ന് ഞാൻ അത്ര ഓർത്തില്ല. കാരണം ഒന്നാമത് ഓഫീസ് വിട്ട് കഴിഞ്ഞ് വന്ന് അത്രയും ടയേർഡായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ അത്ര ചിന്തിച്ചില്ല. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എടുത്ത വീഡിയോ ആണ്, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ വീഡിയോ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷമുള്ളൊരു സിറ്റുവേഷനായിരുന്നു. എനിക്ക് പല സാധനങ്ങൾ വാങ്ങി തന്നാൽ കൂടെ എനിക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തരികയാണ്, അത്ര സർപ്രൈസ്ഡ് ആവില്ലായിരിക്കും ഞാൻ. അത്രയ്ക്കും സന്തോഷം തോന്നി എനിക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തന്നപ്പം. കാരണം നമ്മളെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് നേടാനും നമ്മൾ വിചാരിക്കുന്ന ഉയരങ്ങൾ നമുക്ക് കീഴടക്കാനും സാധിക്കുള്ളൂ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആരും വേണ്ട, നമ്മൾ മാത്രം മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കൂടെ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ഒന്ന് വീഴുമ്പോൾ ഒന്ന് പിടിക്കാൻ നമ്മളെ കുറേ ആളുകളുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ലൈഫിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എൻ്റെ പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ പോലെയോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതിലുപരിയോ ഒരാൾ ഇഷ്ടപ്പെടുകയാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല, അത്ര എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അങ്ങനെ ഒരു നിമിഷം കിട്ടിയപ്പം ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമോ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ, നീ വീഡിയോ ക്ലാരിറ്റി ഒക്കെ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി, അത് അത്ര നന്നായിട്ടുണ്ടാവില്ല, പക്ഷെ നന്നാവുന്നതല്ല, നമ്മളൊരു സന്തോഷം, നമുക്ക് വേണ്ടി ഒരാളത് ചെയ്തു. അതിപ്പം എല്ലാവർക്കും അത് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല, എല്ലാവർക്കും ഈ ഒരു ഇത് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പലവരുടെ ജീവിതത്തിൽ നല്ലൊരു ആൾ കൂടെ ഇല്ലാത്തത് കൊണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് മുന്നേറാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട്. അപ്പം നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ്, നമ്മളെ കൂടെയുള്ള ആൾ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നോ, അത് ആരുമായിട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇടുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ചിലവർ വിചാരിക്കുന്നുണ്ടാവും, എന്തപ്പോൾ അത്ര ഒരു ഇത് ഫോട്ടോ എടുത്ത് ഇടുന്നതല്ലേ, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കുന്ന, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്
ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണത്. നമ്മൾക്ക് ഒരുപാട് പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, ഒരുപാട് പേര് നമ്മളെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ ചെറിഷ് ചെയ്യുക. അപ്പം ഞാൻ ശരിക്കും ചെറിഷ് ചെയ്തൊരു മൊമെൻ്റാണ്. അപ്പം ആ വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് വേഗം തിരിച്ച് വരിക. തിരിച്ച് വന്നിട്ട് നമ്മൾ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റ്നെസ്, ഒരു ടാങ്കി ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരു എരിവ്, അത്ര എരിവില്ല, കുറച്ച് എരിവ്. നമ്മൾ കൂടുതൽ സ്വീറ്റ്നെസ്സിനാണ് അതിനും കുറച്ച് മുൻതൂക്കമുള്ളത്. ഭയങ്കര എരിവൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എരിവിന് ഇമ്പോർട്ടൻസ് ഇല്ല അതിൽ. സ്വീറ്റ്നെസ്സിനും ഒരു ടാങ്കി ഫീലിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയത്. കുറേ കാലം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം. ഞാൻ പിന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്, പുറത്തുനിന്ന് കഴിച്ചിട്ടൊന്നുമില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലെയൊക്കെയുള്ള അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.